വൈ അബ്ഡോമിനൽ ബൈൻഡിങ് ആഫ്റ്റർ പോസ്റ്റ്പാർട്ടം? പ്രസവശേഷം വയറ് കെട്ടുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. സോ അബ്ഡോമിനൽ ബൈൻഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഈ ഒരു പോസ്റ്റ് ഡെലിവറി അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞ് കഴിയുമ്പോൾ യൂഷ്വലി നമ്മുടെ മസിൽസ് എല്ലാം വീക്ക് ആയിരിക്കും, അതുപോലെ കുറച്ച് ഫ്ലാസിഡ് ആയിരിക്കും. സോ ഈ ഒരു സമയത്ത് നമുക്ക് ബൈൻഡിങ് ചെയ്യുന്നത് വഴി നമ്മുടെ വീക്ക് ആയിട്ടുള്ള മസിൽസ് എല്ലാം ടോണപ്പ് ചെയ്യാനായിട്ട്, നമ്മുടെ അബ്ഡോമിനൽ ആൻഡ് പെൽവിക് മസിൽസിനെ കുറച്ചുകൂടെ ടോണപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ബൈൻഡിങ് ത്രൂ ഹെൽപ്പ് ചെയ്യും. പ്രസവശേഷം ആദ്യത്തെ 45 ദിവസം ഈ ഒരു സമയത്താണ് നമ്മുടെ യൂട്രസ് ബാക്ക് ടു നോർമൽ സൈസിലേക്ക് വരുന്നത്. ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത് അബ്ഡോമിനൽ ആൻഡ് പെൽവിക് മസിൽസ് ആണ്. ഈ ഒരു സമയത്ത് ഈ മസിൽസിൻ്റെ വീക്ക്നെസ് ടോണപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെ കുറച്ചുകൂടെ ടൈറ്റൻ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അബ്ഡോമിനൽ ബൈൻഡിങ്. ആയുർവേദ പ്രകാരം ഈ ഒരു സമയം വാതപ്രകോപനമുള്ള സമയമാണ്. ഇതിന് നമുക്ക് അബ്ഡോമിനൽ ബൈൻഡിങ് ചെയ്യുന്നത് വഴി വാദത്തിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനും കൂടെ ഇത് സഹായിക്കുന്നു. ഇത് എപ്പോൾ ചെയ്യാം, എങ്ങനെ ചെയ്യാം? നോർമൽ ഡെലിവറി ആണെങ്കിൽ ആസ് സൂൺ ആസ് അമ്മ എപ്പോൾ സെറ്റിൽ ഡൗൺ ആവുന്നോ, അതായത് ഒരു 3 to 5 ഡേയ്സിൻ്റെ അകം തന്നെ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. സിസേറിയൻ ആണെങ്കിൽ 14th ഡേ അല്ലെങ്കിൽ എപ്പോൾ സ്റ്റിച്ച് ഹീൽ ആവുന്നോ അപ്പോൾ മുതൽ നമുക്ക് അബ്ഡോമിനൽ ബൈൻഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അബ്ഡോമിനൽ ബൈൻഡിങ്ങിൽ ഏറ്റവും നല്ലത് നമ്മൾ ഇവിടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത് ഏറ്റവും ബ്രീത്തബിൾ ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്. ഒരു 3 to 5 മീറ്റേഴ്സ് വരെയുള്ള ലെങ്ത് ഉള്ള കോട്ടൺ മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ മദേഴ്സ് ടു ബിക്കും ന്യൂ മോംസിനും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും ചെമ്പകുളം ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെടാം. നമ്മൾ പോസ്റ്റ്പാർട്ടം കെയർ സർവീസസ് അവൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. താങ്ക് യു.